എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഏറ്റവും പ്രദേശ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടിപ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഒരു ബ്യൂട്ടി ടിപ്സിൻ്റെയാണ്. നമുക്ക് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ആവാനും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ടിപ്സാണ്. ഞാനിത് കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്ക് ആയതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ ചക്രാസ് കൂട്ടുകാർക്കും ഒരുപാട് നന്ദി, ഹൃദയത്തിൽ നിന്നും താങ്ക് യു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. കാരണം ആർട്ടിഫിഷ്യലായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള 2-3 ഐറ്റംസ് മാത്രം നമ്മൾ ഇതിനകത്ത് എടുക്കുന്നുള്ളൂ. അതെല്ലാം എല്ലാവരുടെയും തന്നെ വീട്ടിൽ കൂടെ കാണുന്ന കുറച്ച് ഐറ്റംസുകളാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫേസ് പാക്കിലേക്ക് വേണ്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ ഇച്ചിരി ഉറുമ്പായിപ്പോയി. അപ്പോൾ അത് എൻ്റെ ഹെൽപ്പേഴ്സ്, എൻ്റെ പിള്ളേരത് റെഡിയാക്കി തന്നുകൊണ്ടിരിക്കുകയുണ്ട് ഞാൻ ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക്. അതാണ് ഞാൻ അവന്മാരെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്കിന് വേണ്ടുന്ന നമ്മുടെ ഈ ഫേസ് പാക്കിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് 2-3 ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞത് ഇത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഒരു സ്പൂണോളം വരും. സ്കൂൾ അടച്ചിരിക്കില്ല അതുകൊണ്ട് അല്ല അപ്പോസേ. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് 1 സ്പൂണോളം, 1 ടീസ്പൂണായാലും കുഴപ്പമില്ല, ഗോതമ്പ് പൊടിയാണ് നമുക്ക് വേണ്ടത്. പിന്നീട് നമുക്ക് വേണ്ടുന്ന ഒരു സാധനം എന്ന് പറഞ്ഞത് ഇത് ചെറുപയറിൻ്റെ പൊടിയാണ് കേട്ടോ. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതൊന്നുമല്ല, നമ്മുടെ ഇവിടെ വീട്ടിൽ കുറച്ച് ആവശ്യത്തിന് വേണ്ടി മേടിച്ചപ്പോൾ അതിനകത്തുനിന്ന് കുറച്ചെടുത്ത് ഞാൻ പൊടിച്ച് വെച്ചിരുന്നതാണ്. ഈ ഒരു ടിന്ന് നിറച്ചുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. ബാക്കി ഞാൻ ഈ ഒരു ഇതും അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ അപ്പോൾ നമുക്ക് ചെറുപയർ പൊടിയും കൂടെ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതാ തേനാണ് കേട്ടോ. ഈ തേനിൻ്റെ അകത്ത് ആടുന്ന ഉറുമ്പ് കയറിയത്. ഇവിടെയൊക്കെ കുറച്ച് കള്ളന്മാർ കൂടുതലായതുകൊണ്ട് ഇവന്മാർ തുറന്നിട്ട് വെച്ച എങ്ങനെയോ ഉറുമ്പ് കയറിയതിൽ. അപ്പം ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഫേസ് പാക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഡെയിലി നിങ്ങളുടെ ഫേസിൽ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പിന്നെ തേനില്ല എന്നോർത്ത് നിങ്ങളാരും വിഷമിക്കേണ്ട. കാരണം തേനില്ല, അതിന് പകരമായിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് തൈര് ചേർക്കാം. തൈര് ഇച്ചിരിയോടെ ഒരു നമ്മുടെ ഫേസിൻ്റെ ആ ഒരു ഡ്രൈനെസ് മാറാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് തൈര്. അപ്പം നമ്മുടെ ചെറുപയറിൻ്റെ പൊടി, ഗോതമ്പ് പൊടി, പിന്നെ നമ്മുടെ തേൻ, ഇത് 3 മാത്രം മതി കേട്ടോ. അപ്പം ഞാനിത് 3 ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് പോവാണേ. അപ്പോൾ നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഓൾറെഡി ഞാൻ പാത്രത്തിലിട്ടുണ്ട്. അതിനകത്തോട്ട് തന്നെ നമുക്കിത് ഈ ഒരു അളവിൽ വേണ്ട, ഈ ഒരു ടീസ്പൂണോളം മതി. ആ അളവിൽ ഇത് അതിനകത്തോട്ട് നമുക്ക് ചെറുപയറിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് തേനിന് ഞാൻ അങ്ങനെ അളവൊന്നും പറയുന്നില്ല. നമ്മുടെ ഇത് ഇച്ചിരി ഒന്ന് കുറുകി വരാൻ പാകത്തിന് പച്ചവെള്ളം ചേർക്കണ്ട കേട്ടോ. തേനുണ്ടെങ്കിലും തേനും തൈരും കൂടെ മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തേനായതുകൊണ്ട് തന്നെ ഇത് മിക്സ് ആവാൻ ഇച്ചിരി ടൈം എടുക്കും. കുറച്ചുകൂടെ നമുക്ക് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതേ നമ്മുടെ ഫേസ് പാക്ക് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു 1-1.5-2 സ്പൂണോളം ഞാൻ തേൻ ഒഴിച്ചു കേട്ടോ. ഒത്തിരി തേനും വേണ്ട, പച്ചവെള്ളം ചേർക്കണ്ടെന്ന് ഓർത്തിട്ടാണ്. അല്ലെങ്കിൽ ഒരു 1/2 സ്പൂൺ തേനും ഒരു ഇച്ചിരിയോടെ തൈരും കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ലേ. അപ്പോൾ അതെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത് നമുക്ക് ഫേസ് പാക്ക്. അല്ല ഈ ബാറ്റർ കണ്ടോ, ഇതിൽ ഒത്തിരി ലൂസാവാനായിട്ട് പാടില്ല. ഇനി നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഡെയിലി ചെയ്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ചെറുപയർ പറയേണ്ട കാര്യമില്ല, നമ്മുടെ ഫേസിനും നമ്മുടെ ഹെയറിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞത്. ഹെയറിന് എത്രമാത്രം അത് യൂസ്ഫുൾ ആണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഹെയറിൽ ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ചെയ്ത് നോക്കാത്ത കാര്യം നല്ലതാണെന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ.
പക്ഷേ ഇത് ഫേസ് പാക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം എൻ്റെ അത്യാവശ്യം നല്ല ഡാർക്ക് സ്കിന്നാണ് കേട്ടോ, ഡാർക്ക് സ്കിന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മളൊന്ന് ഭയങ്കരമായിട്ടങ്ങ് വെളുത്തിട്ട് പാറും എന്നുള്ളതല്ല. പക്ഷേ നമ്മുടെ സാധാരണ നമ്മുടെ സ്കിൻ ടോണിനെക്കാട്ടിലും ഇച്ചിരിയോടെ നമുക്ക് ഇച്ചിരി ബ്രൈറ്റനായിട്ട് തോന്നും. ഇപ്പോൾ എന്തെങ്കിലും കല്യാണമോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരാഴ്ച മുമ്പ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫേസ് പാക്ക് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. ഏത് ഫേസ് പാക്ക് ആണെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു മാക്സിമം പോയി ഒരു 15 മിനിറ്റേ നിങ്ങൾ വെക്കാവുള്ളൂ. ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ട് ഉണങ്ങാൻ പാത്രം നിങ്ങൾ നിൽക്കരുത്. കാരണം ഒത്തിരി ഡ്രൈ ആകുമ്പോഴത്തേനും അത് നമ്മുടെ ഫേസ് വലിച്ചിലുണ്ടാക്കാനായിട്ട് കാരണമാവും. അതുകൊണ്ട് തന്നെ ഇത് പത്തി ഒന്ന് ഉണങ്ങി തുടങ്ങുമ്പോഴത്തേനും നിങ്ങളത് വാഷ് ചെയ്ത് കളയണം കേട്ടോ. ഇതെന്നല്ല, ഏത് ഫേസ് പാക്ക് ആണെങ്കിലും ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കൂടുതൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് വെച്ചോണം. നമ്മുടെ ഫേസിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവാനായിട്ട് ഇടയാവും. നമ്മൾ ഒത്തിരി അങ്ങ് ഡ്രൈ ആവാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കടയിൽ നിന്ന് മേടിച്ചതല്ലല്ലോ, ഞാൻ വീട്ടിൽ പൊടിച്ചതായതുകൊണ്ട് തന്നെ ഇതിന് ഇച്ചിരി തരിതരിപ്പ് കൂടുതലാണ് കേട്ടോ. ഫൈൻ പൗഡറല്ല, ഗോതമ്പൊടി നല്ല ഫൈൻ പൗഡറാണ്, പക്ഷേ ഇതത്ര വലിയ ഫൈൻ പൗഡറല്ല. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഒച്ചപ്പാടാകുന്നോട്ട് ഇവിടെ ഉണ്ട്. പിന്നെ നല്ല തിക്കായിട്ട് തന്നെ നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ നോക്കണം. ഞാൻ എടുത്ത ക്വാണ്ടിറ്റി ഇച്ചിരി കുറഞ്ഞു പോയി. ഓക്കെ, എൻ്റെ ഫേസിലൊക്കെ ഞാൻ തേച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബാലൻസ് ഉണ്ട്, നമുക്ക് എൻ്റെ കയ്യിലോട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുമല്ലോ. എൻ്റെ കൈ അത്യാവശ്യം നല്ല ഡാർക്കാണ്, കറുത്ത തൊട്ടായിരിക്കണം. അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ച് മനസ്സിലാവും കയ്യിലാവുമ്പോൾ. കയ്യിലൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പം കയ്യിലും നമ്മുടെ ഫേസിലും ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാവും എന്നുള്ളത്. ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്, ഒട്ടും വേസ്റ്റാക്കിയിട്ടില്ല. ചെറുപയറിൻ്റെ ഒരു മണം ഭയങ്കര ഇഷ്ടമാണ് ഗായ്സ്. ഓക്കെ, ഇനി നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞ് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഒരു 15-20 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്യാവശ്യം എൻ്റെത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാവേ. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. കൈയുടെ എന്തുകൊണ്ടോ
തേനുള്ളത് കൊണ്ടാണ് കേട്ടോ ഇത്ര തേൻ ഇച്ചിരി ക്വാണ്ടിറ്റി ഇതിൽ കൂടുതലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഡ്രൈ ആവാത്ത ഇങ്ങനെയായിട്ട് നിൽക്കുന്നത്. ഇതുപോലെ മതി, ഓവറായിട്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊട്ടുന്ന വരെ ഒന്നും ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ വെക്കരുത്. നമ്മുടെ ഫേസ് പെട്ടെന്ന് ഡ്രൈ ആവാനായിട്ട് അത് ഉപകരിക്കത്തുള്ളൂ, വലിയ ഉപയോഗമൊന്നും ഉണ്ടാകത്തില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഇത് കഴുകി തരാവേ. ഓക്കെ, ഞാനങ്ങനെ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതിനെപ്പറ്റി എനിക്കറിയത്തില്ല, പക്ഷേ നന്നായിട്ടൊരു നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ കൈ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. കണ്ടോ, ഈ കൈയുടെ കളറാണോ ഈ കൈക്ക്? അത് പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും നമ്മളങ്ങ് തമന്നേനെ പോലെ ആവുന്നല്ല, പക്ഷെ നമ്മുടെ സ്കിൻ ടോണിന് ഇച്ചിരി ഒരു ബ്രൈറ്റനായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ ഫേസ് പാക്ക് കണ്ടോ, നല്ല രീതിയിലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണുന്നവരെയും